തെറ്റ് ചെയ്യുന്നവരിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്, അല്ലാഹു സ്നേഹിക്കുന്നത്, അല്ലാഹു ആദരിക്കുന്നത് തൗബ ചെയ്യുന്ന ആളുകളെയാണ്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന ആളുകളെയാണ്. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ ആരാണ് കൂടുതൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇത് ആരാണ് കൂടുതൽ അധികരിപ്പിക്കുന്നത്? അവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. വയസ്സായ ആളുകൾ അവസാന സമയത്ത് കൂടുതൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ എത്ര ചെല്ലാൻ പറ്റുമോ ഒരു ദിവസം 1000, 2000, 3000, 10000 എത്ര ഇസ്തിഗ്ഫാർ നമ്മൾക്ക് അധികരിക്കാൻ പറ്റുമോ അത്ര കണ്ട് നമ്മൾ അധികരിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് ഏറ്റവും വലിയ പരിഹാരം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു. ലോകം കണ്ട ഏറ്റവും നീതിമാനായ ഭരണാധികാരിയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാനുഭാവൻ. അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബക്കാരനായ ഒരു സഹോദരൻ അദ്ദേഹത്തെ സ്വപ്നം കാണാനിടയായി. അല്ല, നിങ്ങൾ ഒരുപാട് നന്മ ചെയ്ത ആളാണല്ലോ, ഖബറിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള അമൽ ഏതായിരുന്നു? ഖബറിൽ രക്ഷപ്പെടാനുള്ള അമൽ ഏതാണ്? വലിയ മുതലാളിയാണ്. അദ്ദേഹത്തിന്റെ സുഗന്ധം കിലോമീറ്ററുകളോളം അതിന്റെ പരിമളം എത്തിയിരുന്നു എന്നാണ്. അധികാരം കയ്യിൽ കിട്ടിയപ്പോ തന്റെ കയ്യിലുള്ള സമ്പാദ്യങ്ങൾ വലിച്ചെറിഞ്ഞ് ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത മഹാനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഖബറിലേക്ക് ഏറ്റവും ഉപകാരമുള്ള അമൽ ഏതായിരുന്നു? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയ, എന്റെ ജീവിതത്തിൽ ഞാൻ ചൊല്ലിക്കൂട്ടിയ പരിശുദ്ധമായ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ള ഇസ്തിഗ്ഫാറിന്റെ ഖബറിലേക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. എന്റെ ഖബറിൽ ഏറ്റവും സുഖങ്ങൾ ലഭിക്കാൻ കാരണം ഇസ്തിഗ്ഫാർ ആണെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, രക്ഷിതാക്കളോട്, വൃദ്ധന്മാരായ എന്റെ സ്നേഹനിധികളായ ഉപ്പമാരോട്, ഉമ്മമാരോട് പറയാനുള്ളത്, വെറുതെ സ്വറ പറയുന്ന സമയങ്ങളിൽ, വെറുതെ സംസാരിച്ചിരിക്കുന്ന സമയങ്ങളിൽ, ടി.വി. കണ്ട സമയം നഷ്ടപ്പെടുത്തുന്ന സമയങ്ങളിൽ ഒരു തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നിങ്ങനെ ചെല്ലാൻ തുടങ്ങിയാൽ നിങ്ങൾ മരിക്കുന്ന സമയത്ത് ഒരു തെറ്റുപോലുമില്ലാതെ ഒരു നല്ല മനുഷ്യനായി ഉമ്മ പെറ്റ മക്കളെ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് മാത്രമല്ല, ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇസ്തിഗ്ഫാറിലൂടെ. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഞാൻ കോരിച്ചൊരിയുന്ന മഴ തരാമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, മഴ തരാം. മഴയില്ല, ദുബായിൽ നല്ല മഴയാണ്, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മഴ. നമ്മുടെ നാട്ടിലെ മഴ അങ്ങോട്ട് പോയി, ഇവിടെ മഴയില്ല. ഇവിടെ അല്ലേ മഴ വരേണ്ടത്? ഇവിടെ ആയിരുന്നില്ലേ മഴ ഉണ്ടായിരുന്നത്? ഒരു കാലഘട്ടത്തിൽ നല്ലവരായ ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നു. നല്ലവരൊക്കെ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. കുറച്ചാളുകളെ ഉള്ളൂ, അതുകൊണ്ടാ കുറച്ചെങ്കിലും മഴ കിട്ടുന്നത്. അപ്പൊ മഴ കിട്ടാനുള്ള വഴി എന്താ? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അല്ലാഹു അനുഗ്രഹീതമായ കോരിച്ചൊരിയുന്ന മഴ തരാമെന്ന് പരിശുദ്ധമായ സൂറത്തുകളിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇസ്തിഗ്ഫാർ ചൊല്ലണം, എല്ലാവരും ചൊല്ലണം. ആര്? ഉപ്പ ചൊല്ലണം, ഉമ്മ ചൊല്ലണം, മക്കള് ചൊല്ലണം, വീട്ടുകാരെല്ലാവരും ചൊല്ലണം ഇസ്തിഗ്ഫാർ. ഒരു മിനിമം 100 ഇസ്തിഗ്ഫാറെങ്കിലും ചെല്ലാൻ പറ്റണം നമ്മൾക്ക്. രാവിലെ സുബഹി നിസ്കാരത്തിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ഒരു 100 തവണ, മഗ്രിബ് നിസ്കാരത്തിന്റെയും സുബഹിയുടെയും ഇടയിൽ ഒരു 100 തവണ ഇത് ചൊല്ലിയാലോ മഴ ലഭിക്കും, നോ ഡൗട്ട്. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. നമ്മളെ പോലെയല്ല, അല്ലാഹ് പറഞ്ഞ നമ്മളെ പോലെയല്ല. റബ്ബനാ വആതിനാ മാ ബഅത്നാ അലാ റസൂലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നീ നിറവേറ്റി തരണേ അല്ലാഹ്. കാരണം ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്, ഒരു വാഗ്ദാനം നീ നൽകിയാൽ ആ വാഗ്ദാനം നീ തള്ളിക്കളയുന്നവനല്ല.
കരാറ് ലംഘിക്കുന്നവനല്ല, വഞ്ചിക്കുന്നവനല്ല, ചതിക്കുന്നവനല്ല. ഒരു വാക്ക് നൽകിയാൽ അതുപോലെ പാലിക്കുന്നവനാണ് നീ. അതുകൊണ്ട് ഞങ്ങളുടെ വാഗ്ദാനം നിറവേറ്റിത്തരണേ എന്ന് ദുആ ചെയ്യാറുണ്ടല്ലോ. അള്ളാഹു ഒരു വാഗ്ദാനം നൽകിയാൽ അത് ഭംഗിയായി നിറവേറ്റാൻ അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട്. അള്ളാഹു ലംഘിക്കൂല. ഇപ്പൊ മഴ വേണമെങ്കിൽ എന്ത് ചെയ്യണം? മുഖ്യമന്ത്രി കണ്ടിട്ടൊന്നും കാര്യം ഉണ്ടാവൂല, അതൊന്നും ശരിയാവൂല. പിന്നെന്താ വേണ്ടത്? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അല്ലാഹു ഒരു ചൊരിയുന്ന അനുഗ്രഹീതമായ മഴ ഞങ്ങൾക്ക് നൽകുമാറാവട്ടെ. സ്വർഗം ലഭിക്കാനുള്ള ഒരു വഴി, മരിച്ചാൽ സ്വർഗം ലഭിക്കാനുള്ള ഒരു വഴി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. മരിക്കുമെന്ന് ഉറപ്പാണല്ലോ, മരിക്കാതെ രക്ഷപ്പെടാൻ ആർക്കും പറ്റൂലല്ലോ, അല്ലേ? ആർക്കെങ്കിലും മരിക്കാതെ രക്ഷപ്പെടാൻ പറ്റുമോ? പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. യൂറോപ്യൻസ് ഒക്കെ വലിയ വലിയ ഭീമമായ ഡോളറുകൾ കൊടുത്തിട്ട് മരിക്കുമ്പോൾ ഒരു വസിയത്ത് ചെയ്യാൻ, ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ മറമാടാൻ പാടില്ല. കാരണം ഇനി വരാനിരിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ്, ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ, ഏതെങ്കിലും ഒരു ഡോക്ടർ, മരിച്ചുപോയ ആളുകൾക്ക് രണ്ടാമതൊരു ജീവൻ നൽകാനുള്ള പ്രാപ്തിയുള്ള, യോഗ്യനായ, നൈപുണ്യമുള്ള ഒരു ഡോക്ടർ വന്നാൽ എന്റെ ഈ ദശലക്ഷക്കണക്കിന് ഡോളറുകൾ നൽകി എനിക്ക് രണ്ടാമതും ജീവിക്കാൻ നിങ്ങൾ അവസരം തരണം. കാറൽ മാർക്സിന്റെ ശരീരം മറമാടിയിട്ടില്ല, അതിന്നും കെമിക്കൽ ഉപയോഗിച്ചിട്ട് സംസ്കരിച്ചു കൊണ്ടിരിക്കുക, അതിനെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുക. എന്തിന്? അങ്ങനെ ഒരു ഡോക്ടർ വന്ന കാറൽ മാർക്സിന് രണ്ടാമതൊരു ജീവൻ നൽകണം, എന്നിട്ട് അദ്ദേഹത്തിന്റെ ബുദ്ധി സമുദായത്തിന്, നാടിന് ഉപയോഗിക്കണം എന്നുള്ള ചിന്തയോടെ. പക്ഷെ മരിക്കാതിരിക്കാൻ പറ്റൂല. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. ശക്തമായ കെട്ടുറപ്പുള്ള ഭദ്രമായ കോട്ടകൊത്തളങ്ങൾക്കകത്തളങ്ങളിൽ ചെന്ന് ജീവിച്ചാലും മരണം നിന്നെ വിടാതെ പിന്തുടരുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും. മരണത്തിൽ നിന്ന് എത്ര ഓടാൻ ശ്രമിച്ചാലും അകലാൻ ശ്രമിച്ചാലും മരണം നിന്നെ വിടാതെ പിന്തുടരുമെന്ന് പരിശുദ്ധ ഖുർആൻ. മരിക്കാതിരിക്കാൻ പറ്റൂല, അല്ലെ? മരിക്കുന്ന ഉറപ്പാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. അള്ളാഹു മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സൃഷ്ടിച്ചത് നമ്മളിൽ ആരാണ് നല്ലവനെന്ന് നോക്കാനാണ്. ആരാണ് നന്മ ചെയ്യുന്നവൻ, ആരാണ് അള്ളാഹുവിനെ പറ്റിക്കുന്നവൻ, ആരാണ് ഇവിടെ തോന്നിവാസം പോലെ ജീവിക്കുന്നവൻ, ആരാണ് നന്നായി അമൽ ചെയ്യുന്നത് എന്നറിയാനാണ് അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് എന്ന് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ മരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷെ മരിക്കുമ്പോ സ്വർഗത്തിലെത്തണം. അതിനുള്ള വഴി എന്താ? മരിക്കുന്ന ഉറപ്പല്ലേ, അല്ലേ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? വണ്ടി ഇങ്ങനെ നോക്കുക, റോഡ് സൈഡ് വെച്ചാണല്ലോ ടാങ്കറിലൊരു പോകും, അതിന്റെ സൗന്ദര്യം ആസ്വദിക്കും. വലിയ മരം കൊണ്ടുപോകുന്ന MP ഉണ്ടാകും, അതിന്റെ സൗന്ദര്യം ആസ്വദിക്കും. അതൊക്കെ നമുക്ക് നാളെ നോക്കാം. വേല കഴിഞ്ഞിട്ട് അരമണിക്കൂർ ഇരുന്നാൽ നിങ്ങളിപ്പോ നോക്കിയ വണ്ടിയൊക്കെ അത് ഒന്നും കൂടി പോകും. അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. തൽക്കാലം ഇങ്ങോട്ട് ശ്രദ്ധിക്കും. കുറച്ച് സമയം മുമ്പിലുള്ളൂ, അല്ലെ? 9 മണിയായി, ഒരു 10:30 മണി വരെ ഉള്ളൂ. മരിക്കാതിരിക്കാൻ ആർക്കെങ്കിലും പറ്റൂല, അല്ലെ? അതിനുള്ളൊരു പരിഹാരം ഇല്ല. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് തീരുമാനിക്കാം? മരിക്കും എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ മരിക്കുമ്പോ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി എന്താണ്? അതിനൊരു പരിഹാരം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി അന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഈ ഇസ്തിഗ്ഫാർ അറിയുന്ന ആളുകൾ ഒന്ന് കൈപൊക്കെ പറയാറുണ്ട്. അൽഹംദുലില്ലാഹ്, ഇസ്തിഗ്ഫാറിന്റെ നേതാവാണ്. നമ്മൾ പറഞ്ഞു ഇസ്തിഗ്ഫാർ ചൊല്ലണം. അപ്പൊ ഏത് ഇസ്തിഗ്ഫാറാ ചൊല്ലേണ്ടത്? ഇസ്തിഗ്ഫാറിന്റെ നേതാവ് ഇയാളാണ്. ഇത് ചൊല്ലിയ മാഷാ അല്ലാഹ് ഉഷാറായി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലിയ കൂലി കിട്ടൂലേ? കൂലി കിട്ടും. പക്ഷെ ഇത് ചൊല്ലിയ മാഷാ അല്ലാഹ് ഉഷാറായി. അല്ലാഹുമ്മ അൻത റബ്ബി لا إله إلا أنت خلقتني أنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت
അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അൻത. ഈ ഒരു ദിക്ർ ഒരാൾ അർത്ഥം മനസ്സിലാക്കി, ഇതിന്റെ ആശയം മനസ്സിലാക്കി സുബഹിക്ക് ശേഷം ഒരു തവണ ചൊല്ലിയാൽ, മഗ്രിബിന് മുമ്പെങ്ങാനും മരിച്ചുപോയാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ? മരിക്കുന്നു ഉറപ്പാൻ, മരിച്ച സ്വർഗത്തിലാണ്. സുബഹിക്ക് ശേഷം ഒരു തവണ അർത്ഥം ആലോചിച്ചത് ചൊല്ലിയാൽ മതി. അതുപോലെ മഗ്രിബ് നിസ്കാര ശേഷം അർത്ഥം ആലോചിച്ചുകൊണ്ട് ഒരു തവണ ഈ ഒരു ദിക്ർ ഒരാൾ ചൊല്ലിയാൽ, സുബഹിക്ക് മുമ്പ് അയാൾ മരിച്ചുപോയാൽ ഇല്ലാ ദഖലൽ ജന്ന, അയാൾ പോകുന്നത് സ്വർഗത്തിലേക്കാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്